കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ ഇന്ന് ജൂലൈ 1. ഇന്ന് ഞാൻ അതിനൊരു ചെറിയൊരു വ്യത്യാസം വരുത്തി. ഞാൻ ഇന്നലെ അലാറൊക്കെ വെച്ചു 5 മണിക്ക്. എന്നിട്ട് 5 മണിക്ക് എഴുന്നേറ്റില്ല, പക്ഷേ ഞാൻ 5:30 ആയപ്പോൾ എഴുന്നേറ്റു. 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് പല്ല് പോലും തേക്കാണ്ട് നേരെ പോയങ്ങ് മെയിൽ കഴിയും. എന്നിട്ട് പല്ല് തേച്ച് പള്ളിയിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് താഴെ വന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമായിട്ട് ഞാൻ ഇരിക്കുകയാണ്. എങ്കിലും എൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തല കെട്ടി നിൽപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിൽ ഞാൻ ഉറങ്ങി വീഴാന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ വെള്ളം കുടിക്കട്ടെ ഞാൻ ആദ്യമേ. രാവിലെ എപ്പോൾ എഴുന്നേറ്റാലും ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകും. പിന്നെ എനിക്ക് വെള്ളം കുടിക്കാൻ മടിയാണ്. ഞാൻ പിന്നെ കുടിക്കുന്നത് ഈ കാപ്പി കുടിച്ചുകൊണ്ടേയിരിക്കും. കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി മധുരം ഇല്ലാണ്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ തവണ ഞാൻ കട്ടൻ കാപ്പി കുടിക്കുമ്പോഴും ഞാൻ നല്ല മധുരം ഇടും. അങ്ങനെ കുറേ ഷുഗർ എൻ്റെ ബോഡിയിൽ ചെല്ലും. അപ്പം ഇന്നത്തെ ഈ മൊത്തത്തിൽ ഒരു ചലഞ്ചാണ് ഞാൻ ഏറ്റെടുത്തേക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുക, ഈ കട്ടൻ കാപ്പി കൂടി നിർത്തുക. അതിന് പകരം കട്ടൻ കാപ്പി കുടിക്കാൻ തോന്നുമ്പോഴൊക്കെ വെള്ളം കറക്റ്റായിട്ട് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. ഈ 2 ചലഞ്ചുകളാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. ശരിക്കും രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു സംഭവമാണല്ലേ. ഞാൻ പണ്ട് ഡാൻസ് പഠിച്ചോണ്ട സമയത്ത്, ഏകദേശം പണ്ടല്ല, ഒരു 7-8 മാസം മുന്നേ വരെയൊക്കെ രാവിലെ എഴുന്നേറ്റോണ്ടിരുന്ന 5 മണിക്കൊക്കെ. അപ്പം ഡാൻസ് ആ സമയത്താണുള്ളത്. അപ്പോൾ എഴുന്നേൽക്കാണ്ടിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. പിന്നെ അതങ്ങ് നിന്നപ്പോഴത്തേനും ആ വഴിക്ക് എൻ്റെ എഴുന്നേൽക്കൽ നിന്നു. എന്തായാലും പക്ഷെ അന്ന് ഞാൻ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാൻസ് പഠിക്കും, പിന്നെ ബാക്കി 1 മണിക്കൂർ ഡാൻസ് ഉണ്ട്, പിന്നെ അടുക്കളയിലെ പരിപാടിയിലോട്ട് പോകും. പക്ഷേ ഈ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കുറച്ച് സമയം പുറത്തൊക്കെ നടക്കാൻ പോകുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നല്ല റിഫ്രഷിങ് ആയിരുന്നു. ജിമ്മിൽ പോകുന്ന ദിവസവും അല്ലാത്ത ദിവസവും എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ 1 മണിക്കൂറെങ്കിലും ഇതുവഴിയൊക്കെ നടക്കാറുണ്ട്. പക്ഷേ രാവിലെ ഉള്ള ഈ നടത്തം അത്ര ഇല്ല കേട്ടോ. ഒത്തിരി ദൂരമൊന്നും ഞാൻ നടക്കുന്നില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് ചെറിയൊരു റൗണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഉറക്കം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തൊട്ട് ശീലമില്ലാത്ത പരിപാടിയല്ലോ. അപ്പം ചെറിയൊരു റൗണ്ട് വെച്ചിട്ട് വരാം. പിന്നെ ഇവിടുത്തെ പള്ളിയിൽ കുർബാന എന്ന് പറയുന്നത് 8 മണിക്കും 8:30ക്കും ആണുള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ രാവിലെ മുന്നേ തന്നെ എഴുന്നേറ്റേനെ. അപ്പോൾ 8 മണിക്കല്ലേ കുർബാനയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മടി പിടിച്ചങ്ങ് കിടക്കും. പക്ഷേ അതിൽ നിന്ന് ഇനിയിപ്പം ഞാൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദിവസവും ഇന്നിപ്പോൾ 5:30 എഴുന്നേറ്റു. 5 മണി പിന്നെ ഒരു 4:30 വരെ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് മുന്നേ വരെ പോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ വീട്ടിൽ ടെസ്ല സൈബർ ട്രക്ക് മേടിച്ചോ? എനിക്ക് ടെസ്ല സൈബർ ട്രക്ക് കാറ് കാണണം, കാണിച്ചുതരാം. കണ്ടോ, ദിസ് ഈസ് ടെസ്ല സൈബർ ട്രക്ക്. അമേരിക്ക അതിമനോഹരമാണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പം എവിടെ അമേരിക്കയിൽ നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും എല്ലാം ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ പച്ചപ്പൊക്കെ വെച്ചിട്ട് നല്ല രസമായിരിക്കും. പക്ഷെ അതിൻ്റെ ഭംഗിയെ എതിർക്കുന്ന രീതിയിലാണോ ഈ കാണുന്ന ഈ വേസ്റ്റ് ഇതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. ഇത് നാളെ ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവരുടെയും ഗാർബേജ് ബോക്സ് ഒക്കെ ഫുൾ ഫിൽഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരി ഇതേണ്ട ഗാർഡനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അധികം നാളില്ല എനിക്കിവിടെ. അപ്പോൾ ഇതുവഴിയൊക്കെ നടക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു ചെറിയൊരു വിഷമമൊക്കെ വരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 2022 ജൂലൈ, കൃത്യം 4 വർഷമായി. 4 വർഷമായിട്ടുള്ള എൻ്റെ പരിസരങ്ങളാണ് ഇവിടെയൊക്കെ. എങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്രയും താമസിച്ചൊരു സ്ഥലത്തുനിന്ന് പോകുമ്പം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പം ഇവിടുന്ന് പോവാറായപ്പോഴത്തേനും ഇവിടെയൊക്കെ പതുക്കെ മിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എത്ര നാട്ടിൽ വരാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു 3-4 വർഷമായി ഞാൻ ഇവിടെ താമസിക്കുന്നു. അപ്പോൾ അത്രയും നാൾ താമസിച്ച ഒരു സ്ഥലത്തു നിന്ന് വിട്ടു പോകുമ്പം ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു സ്ഥലമൊക്കെ വിട്ടു പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഇതെൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കലുങ്കാണ് കേട്ടോ. പുറകിലൊരു ചെറിയൊരു ഒരു ചാല് പോലുണ്ട്. മഴയൊക്കെ വരുമ്പോൾ അതൊരു വെള്ളം പോകും. അതാണ് എൻ്റെ വീട്, കാണിച്ചു തരാം. അതാണപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ കുറേ പേരൊക്കെ ഇവിടെ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ.
ഇവിടെ അങ്ങനെ ആരും വന്നിരിക്കാറൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട്. പക്ഷേ ഈ രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ്. ഈ 4 വർഷത്തിൽ ആദ്യമായിട്ടാണ് രാവിലെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചെറിയൊരു തണുത്ത കാറ്റുമൊക്കെ ആയിട്ട്. ഇനിയിപ്പം ഉള്ള ദിവസങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെ വന്നിരിക്കണം. എല്ലാം ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യണം. കുറച്ചുകൂടെ സ്ഥലങ്ങൾ, എൻ്റെ ചുറ്റിനുമുള്ള കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും പോയി കാണണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മളൊരു സ്ഥലം ഇനി ഇവിടെ അധികം നാളില്ല, ഇനി ഇവിടെ നമ്മൾ മിസ് ചെയ്യുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം അധികം വീടിനകത്തിരിക്കാണ്ട് കുറേ കൂടെ എല്ലാം എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ വീണ്ടും പോയി കണ്ടുകൊണ്ടേയിരിക്കണം. രാവിലത്തെ ഈ നടത്തത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കുറേ ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണ് കേട്ടോ. ഇവിടെ ഒത്തിരി ഭംഗിയുള്ള ഇങ്ങനെ പല പല കളറിലെ ബേർഡ്സ്, നീല കളറിലെ, പച്ച കളറിലെ, അങ്ങനെ പല പല ബേർഡ്സ് എൻ്റെ വീട്ടിലും പരിസരത്തും ഒക്കെ വന്ന് ഇരിക്കാറുണ്ട്. വീട്ടിൽ മീൻസ് വീടിൻ്റെ മരത്തിൻ്റെ അവിടെയൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. ഞാനിപ്പോൾ ചമ്മന്തി അരച്ചു. ഇപ്പം ബിബിനോട് വർത്താനം പറഞ്ഞ് ചമ്മന്തി അരച്ചു. അപ്പം നിങ്ങളോട് വർത്താനം പറയാൻ ഞാൻ മറന്നുപോയി. ഇനിയിപ്പം ദോശയും കൂടെ ചുട്ടു വെക്കാം. അപ്പം രാവിലത്തെ പരിപാടി കഴിഞ്ഞു. കൊള്ളാം പരിപാടി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം ഫാസ്റ്റായിട്ട് നടക്കും. പൊടി പിടിച്ചു. എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഇങ്ങനെ കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം. മിക്ക ആൾക്കാർക്കും ഭയങ്കര തിൻ ദോശയല്ലേ ഇഷ്ടം. എനിക്ക് കട്ടിയുള്ള ദോശ ഇഷ്ടം. ഒരു ദോശയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ദോശയും ചമ്മന്തിയും. ഇത്തവണ ഞാൻ ദോശമാവ് അരച്ചപ്പോഴുണ്ടല്ലോ ഉഴുന്നിൻ്റെ അതേ ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ ദാലുണ്ടല്ലോ, ഓറഞ്ച് കളറിലെ ചെറിയ ദാല്, പരിപ്പ്, അതും കൂടി ഇട്ടിട്ടാണ് അരച്ചത്. പ്രോട്ടീൻ റിച്ച് ആവാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനപ്പോൾ രാവിലെ TV-യിൽ ന്യൂസ് കണ്ടുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല കാര്യമല്ലേ? രാവിലെ തന്നെ കുറച്ച് വിവരം വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം സമയം 7 മണിയായിട്ടോ. ഒരു 7:45, 7:30 ആകുമ്പോഴത്തേനും പോയി കുച്ചുവിനെ വിളിക്കണം. ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നെങ്കിലും ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. എൻ്റെ പിടിവിട്ട് പോകുന്നുണ്ട്. പോയി കിടന്ന് ഉറങ്ങാനൊക്കെയുള്ള ഭയങ്കര ഒരു ഇങ്ങനെ ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 7:30 കഴിഞ്ഞു. 7:30 കുച്ചിനെ വിളിക്കണമെന്ന് വിചാരിച്ചപ്പോൾ 7:35 ഞാൻ പോയിട്ട് അവനെ വിളിക്കട്ടെ. അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് എങ്ങനെയായാലും ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. അവൻ പറയും 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. സാറിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് എഴുന്നേൽക്കാറ്. ഇതിപ്പോൾ ഞാൻ എഴുന്നേറ്റു, അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി എനിക്ക് രാവിലെ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന വേറൊരു കാര്യം, എനിക്ക് രാവിലെ ബുക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ കുറച്ചുകൂടെ മുന്നേ എഴുന്നേൽക്കണം. 5:30 എന്ന് എഴുന്നേറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റപ്പ് ആക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ രാവിലെ ഞാൻ ബുക്ക് വായിക്കണം എന്നുള്ള എൻ്റെ ആ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് തൽക്കാലം. ഈ ഒരു 5:30 എന്നെങ്കിലും ഉള്ളത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ആവാണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ വിൽ ഡു ദാറ്റ്. കൊച്ചുവിന് ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവനെ രാവിലെ തന്നെ ഒത്തിരി നേരത്തെ എഴുന്നേൽപ്പിക്കാനായിട്ട് എനിക്കൊരു വിഷമമാണ്. എങ്കിലും അവൻ ഇപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്തിനേക്കാളും ഒരു അരമണിക്കൂറെങ്കിലും മുന്നേ അവൻ എഴുന്നേൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവനും ചെറിയൊരു ടൈം ടേബിൾ തന്നെ പൊക്കോട്ടെ, ഒത്തിരി അങ്ങ് ലേറ്റ് ആവണ്ടല്ലോ. അപ്പം അവനെ എഴുന്നേൽപ്പിക്കാനായിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഫാൻ ഓഫ് ചെയ്യുക, പിന്നെ വിൻഡോ ഇങ്ങനെ പൊക്കി വെക്കുക. ഇപ്പം ഇവിടെ സമ്മർ ആയതുകൊണ്ട് കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേനും പുള്ളി കണ്ട നേരെ തിരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. So sleepy. 10 more minutes. Okay. കറക്റ്റ് 10 മിനിറ്റ്സ് അലാറം വെക്കാൻ പോവാണ്. 10 മിനിറ്റ്സ് കേട്ടോ. ചാടി എഴുന്നേറ്റോ കേട്ടോ കുച്ചു. ഓക്കെ കുച്ചു 10 മിനിറ്റ്സ് എഴുന്നേക്കും. അപ്പോൾ ആ ഒരു 10 മിനിറ്റ്സ് ഞാൻ ഓർത്ത് എൻ്റെ ഫേസ് മസാജ് ചെയ്യാമെന്ന്. ഇതെൻ്റെ കാസ്റ്റർ ഓയിൽ. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് മസാജ് ചെയ്യാറ്. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു എത്രയാ 2 വർഷത്തിന് മുകളിൽ ഞാനിത് ചെയ്യാറുണ്ട്, ഈ ഒരു ഫേസ് മസാജ്. അപ്പോൾ എങ്ങനെയാണ് ഫേസ് മസാജ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ കാണിച്ചു തരത്തില്ല, കാരണം ഞാൻ അതിൻ്റെ ഒരു എക്സ്പേർട്ടൊന്നുമല്ല. ഇപ്പം ഞാനത് പറഞ്ഞു തന്നിട്ട് നിങ്ങളെങ്ങാനും ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് വേറെ രീതിയിലെങ്ങാനും ആയിപ്പോയാൽ എനിക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. സോ അപ്പോൾ ഫേസ് മസാജൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പേർട്സിനെ കണ്ട് ചെയ്യുക. അപ്പം ഞാനൊരാളുടെ നോക്കി, എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുടെ നോക്കി തന്നെയാണ് പഠിച്ചത്. പക്ഷെ ഞാനത് ചെയ്ത് കാണിച്ച്
അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പം ഞാനിങ്ങനെ കാസ്റ്റർ ഓയിലാണ് എൻ്റെ ഫേസ് മസാജിന് മുന്നേ ഞാൻ തേക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഗുവാഷ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോൺ, അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് മസാജ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ കട്ടിലെ പോയിരുന്നപ്പോൾ വീണ്ടും എനിക്ക് ഉറക്കം ഇങ്ങനെ നല്ല വരുന്നുണ്ട്. അപ്പം ഞാൻ അതിനെ എന്താ പറയുക, അതിനെതിരെയാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. സാധാരണ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് ഈ സംഭവം ചെയ്യാറ്. ഇന്നിപ്പോൾ എൻ്റെ പെട്ടെന്ന് ഉറക്കം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് എന്താ പറയുക, മൂടുള്ള നല്ല ആക്റ്റീവായിട്ട് എനിക്ക് ഭയങ്കര തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ 2 നേരവും ചെയ്യും, രാവിലെ വൈകിട്ടും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് ഇങ്ങനെ കുറച്ച് എണ്ണമായി ഇരിക്കും. അത് സാരില്ല, കുറച്ചൊന്ന് തുടച്ച് കളയാം. ഇനിയിപ്പോൾ നമ്മൾ കുച്ചുവിനെ എഴുന്നേറ്റിട്ടില്ല, ഇതുവരെ. കുച്ചുവിനെ എഴുന്നേപ്പിച്ച് പല്ല് ഏൽപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ പള്ളിയിലോട്ട് പോവാണ്. ഇനി എഴുന്നേക്ക്, 10 minutes ആയി കേട്ടാ. എഴുന്നേക്ക്. കുച്ചു അപ്പം എഴുന്നേറ്റ് പോയി. ഞാനപ്പം പുതപ്പൊക്കെ മടക്കി വെച്ച് ബെഡ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ബർത്ത്ഡേ ജൂലൈ 21 അല്ലേ? ജൂലൈ 1 ആയിരുന്നു. ഇന്ന് ബെഞ്ചുവിന്റെ ബർത്ത്ഡേ. We go together. ഒരുമിച്ച് വാങ്ങിച്ചു പ്ലീസ്. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെയും കുച്ചുവിൻ്റെ കൂടെ നടക്കാൻ ഇറങ്ങി. കുച്ചുവിനും രാവിലെ എഴുന്നേറ്റപ്പോൾ അവനെയും സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ചൊരു അരമണിക്കൂർ മുന്നെയാണ് ഞാൻ എഴുന്നേൽപ്പിച്ചേക്കുന്നത്. അത് കാരണം അവനും നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കേണ്ട, നമുക്ക് നടക്കാൻ പോവാം. അങ്ങനെ അവൻ സൈക്കിളെടുത്ത് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നാണ് പറയുന്നത്, വിശക്കുന്നില്ലെന്ന്. എനിക്ക് പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരു 10 മിനിറ്റ് ഞങ്ങൾ നടന്നിട്ട് വന്നിട്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കുച്ചു ഒരു കൈയൊക്കെ വെച്ചാണോ ചവിട്ടുന്ന? വാ കുച്ചു, ഇനിയായ നമ്മൾ ലേറ്റ് ആവും. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടെ. ശരിക്കും മോൻ കഴുകുക കേട്ടോ, കൈയൊക്കെ കഴുകും ശരിക്കും. കുച്ചു അമ്മ കാറി കാണുവേ. അങ്ങനെ ഞാൻ ഇവിടെ വരെ എത്തിച്ചു ഗൈസ്. സാറിന് ഞാൻ ഓടി പിടിച്ചൊന്ന് കാറ് കയറും. നമ്മൾ രണ്ടും കൂടെ ബഹളം വെച്ചിട്ട് രാവിലെ ഒറ്റ ഓട്ടോ ആയിരിക്കും പള്ളിയിലോട്ട് പോകാനായിട്ട്. പക്ഷെ ഇന്ന് കുറേ സമയം. ഞങ്ങളപ്പം 8:30 കുർബാനയ്ക്കാണ് കേട്ടോ പോകുന്ന പള്ളിയുടെ പേര് റോസാലിമ കാത്തലിക് ചർച്ച്. അവിടെ പോയാൽ ഞാൻ പറഞ്ഞ പോലെ കുച്ചുവിനെ ഈ ഒരു തിരി കത്തിക്കാനായിട്ടാണ് ഏറ്റവും താല്പര്യമുള്ള കാര്യം. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് തിരി കത്തിക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞ, നീ രാവിലെ ദോശ കഴിക്കണം, കഴിച്ചേ പറ്റത്തുള്ളൂ. YMCA നമ്മൾ വരുമ്പോഴത്തേനും ലേറ്റ് ആകും കുച്ചു, 11 മണി. അതുവരെ നീ വിശന്നിരിക്കാൻ പറ്റത്തില്ല, നീ ഫുഡ് കഴിക്കണം. അതിന് അമ്മ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്ലീസ് കുച്ചു. YMCA, we are going to YMCA. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. കാര്യങ്ങളെല്ലാം ഇവിടം വരെ എത്തിച്ചു. ഞാൻ നല്ല വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ എൻ്റെ മോർണിംഗ് ഞാനൊരു 9:30 വരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും കുച്ചും കൂടെ നേരെ YMCA ജിമ്മിലോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഞാൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഞാനിവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഒരു മോർണിംഗ് വ്ളോഗ് പോലെ ഞാനിപ്പം ഒത്തിരി നാൾ കൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ശ്രമിച്ച് അവസാനം ഞാൻ രാവിലെ എഴുന്നേറ്റൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ വ്ളോഗൊക്കെ തുടങ്ങിയത്. എനിവേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ജിമ്മിലോട്ട് പോട്ടെ. നമുക്ക് ഉടനെ തന്നെ വേറൊരു വ്ളോഗായിട്ട് കാണാം. ബൈ.